ഗൈസ് ഇനി നമ്മള് അടുത്ത സ്വീകരണ സ്ഥലത്ത് പോകണം. അതിന് മുന്നായിട്ട് ഡ്രസ്സ് ഒന്ന് മാറ്റണം. ഇപ്പൊ ഓക്കെ. ഇനി നമ്മൾ രാവിലത്തെ ചായ ചെയ്യാൻ വേണ്ടി പോകും. നല്ല പൊറാട്ടയും കുറുമ കറിയാണ്. അത് കണ്ട് കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മളെ കസിൻ ഇട്ട് വരും. മൂപ്പര് ചോരറങ്ങിയാണ്ട് പരിക്ക് പോയി. മൂപ്പരോട്ട് വിളിച്ചോണ്ട് കുഞ്ഞുമാക്കും ചായ കൊടുക്കാൻ വേണ്ടി കൊണ്ടു. ഇനി പൊറാണ്ട് തപ്പി നോക്കി എവിടെ ഒരു പൊടി പോലും കിട്ടണ്ടേ. അല്ലെങ്കിൽ കുഞ്ഞുമാക്ക് വിളിച്ചു വരുത്തി അപമാനിക്കൽ കുറച്ച് ഓവറാ. ഏതായാലും കട്ടൻ ചായ കൊടുത്ത് പറഞ്ഞേച്ച് നമ്മളിങ്ങോട്ട് അവിടെ നിന്ന് സ്കൂട്ടായി സ്ഥലത്തങ്ങോട്ട് എത്തിക്കണം. ഇവിടെയാണ് ടിക്കറ്റ് ഇട്ടാൻ കുറച്ച് ടൈം എടുക്കണ്ടേ. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ളത് ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിനൊക്കെ നല്ല ചാർജും ആണ്. അതുകൊണ്ട് നമുക്ക് അടുക്കൂല. നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. ഫുള്ള് റൗണ്ട് അടിച്ച് നടക്കാന്ന്. നീ വിളിച്ചാലോ? നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ. ഇനി കുറച്ച് റീൽ എടുക്കാതിരിച്ച്. കർണാടകത്തെ കുറച്ച് ഭായിമാരുണ്ട് നമ്മളപ്പോ. നമ്മളെ കൂട്ടപ്പാച്ചിൽ കണ്ടാണ്ട് പോലും ഒപ്പം കൂടിയതാ. നിങ്ങളെ പേരെന്താ? ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല കാണാണ്ട് കേട്ടോ. നമ്മളെ ബാക്കിയാരൊക്കെ അപ്പുറത്ത് തന്നെയാണ്. ഇവിടെ ഒരു തേങ്ങ കാണാല്ലാണ്ട് ഓരോടെ കുത്തുവെക്കുക. ഒക്കെ നടക്കാൻ വേണ്ടിയില്ലോ. എന്താ ചെയ്യാ. ഇവിടുത്തെ വ്യൂ ഒക്കെ വേറെ രേക്കടങ്ങണ. ഇവിടെ കാമ്പലുണ്ടാകലുണ്ട്. പക്ഷേ ഈ ടൈമിലില്ല. നമുക്ക് എന്താ പറയാ, പ്രവേശനമില്ല. വള്ളമുണ്ട്. തടാകത്തിൽ മീനുകൾ. ചങ്ങായി കുഞ്ഞ പേടിച്ചു കാകെ കൊച്ചെറുക്ക കൊട്ടാ കൊട്ടാ എന്റെ ബാക്കിക്കാരത് എന്റെ ആള് താവട്ടെ. എന്റെ ആള് താവടെ. അങ്ങനെ ഇവിടുത്തെ കാണൽ മൊത്തം കഴിഞ്ഞു. നമ്മളെ ബസ് വരുന്നുണ്ട്. ഇനി നമ്മൾ കോസ്റ്റ്യൂം മാറ്റാം. ഓരോ സ്റ്റോപ്പിലും ഡ്രസ്സ് മാറും. ഇന്നലെ ഫോട്ടോസ് കുറച്ച് ഉണ്ടാവുള്ളേ. ഡാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോണത്. കൊട്ട വെയിലുമാണ്. എല്ലാരും അപ്പൊ കണ്ണടപ്പ ലുക്കാണ്. പ്രത്യേകം പറയാൻ പറഞ്ഞിരിക്കണ്. സനുകുട്ടനുണ്ട് അവിടെ. ഈ സ്റ്റെപ്പ് മൊത്തം ഇനി കയറല്ലതാ. ഒരു പരിവാവും. നല്ലൊരു കയറ്റാണിത്. കയറ്റത്തിനെ പറ്റി പറയാൻ നല്ലൊരു കയറ്റാണ്. പൈസ കൊടുത്ത് അപ്പുറത്തെ ട്രാവലറിൽ പോവാ. 15 അങ്ങോട്ടും 5 ഇങ്ങോട്ടും 20 റുപ്യ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിലാണ് മേലെത്തിയിട്ടോ. എവിടെ പോയാലും ഇങ്ങനെ മൂഞ്ചില്ല. നമ്മളെങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ രസം കാണാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പേ. ഈ പ്രാവശ്യം ഫുൾ ഉണങ്ങിക്കണ്. ഇവിടെ നമ്മൾ ആദ്യം പോണത് ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാട്. ഊഞ്ഞാലാടാനാ പോണത്. അത് നല്ല ഹൈറ്റിക്ക്. ആദ്യം തന്നെ ശിവനമ്മ മനത്തേക്ക് പറഞ്ഞേക്കാം. ഒന്നാമത്തെ തട്ടലിന് ചെക്കന്റെ കിളി പോയിക്കണ്. മേലെ കരയാണ്. നമ്മൾ വിട്ടെടുക്കൂല. അടുത്ത നമ്മൾ പാത്തുമ്മയാണ്. പാത്തുമാനെ എയറിൽ പറത്തിന് വിട്ട് കാറ്റയുടെ പോയിട്ട് സ്മൂത്ത് ആയിട്ട് ആടുണ്ട്. എന്താടാ പോണത്. കുഞ്ഞിമാക്ക് പിന്നെ നൈസായിട്ട് ഊറ്റി പോകുന്നു. കാക്കുണ്ട് നല്ല പേടിയുണ്ട്. കുട്ടിമാനല്ല ആട്ടി കൊടുക്കണത്. അതുകൊണ്ട് പേടിച്ചു പോണ്. അല്ല വേറെ ഒന്നുമില്ല. അടുത്ത നമ്മൾ നിയാസ്മോൻ ആട്ടി കൊടുക്കുന്നത് നമ്മൾ ചെറിയ. അത് ആള് പോയോ? ആട്ടി കൊടുത്തതിൽ ഒറ്റ പോക്കണം പോയി. മരണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്നെ അവിടെ കൊട്ടി പഴഞ്ഞ ഇറക്കണേ. പാത്തുമാരെ പോതിനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആടി കൊടുക്കാണ്. നമ്മളുണ്ട് അവിടെ നിന്ന് സ്കൂട്ടായി. നമ്മളിപ്പല്ലേ പാർക്കിലാണ്. ഇവിടെയാണ് ചുള്ളമാർക്ക് എൻജോയ് ആയിട്ട് പാർക്കൊക്കെ ഉണ്ട്. നമ്മളെ കൂട്ടത്ത് പോകുന്നവരൊക്കെ ഇപ്പൊ വള്ളത്തിലാണ്. വള്ളംകളിയിലാണ്. ഇവിടെയാണ് ബോട്ടിംഗ് കൊണ്ട് കേട്ടോ. ഇവൻ എന്താ നേരത്തെ കണ്ട ചെക്കന്മാരെ അനുകരിച്ചോ? കൊമ്പത്താണല്ലോ പുള്ളിങ്. അമ്മായി പിന്നെ സ്ഥിരം വരായിട്ട് തുടങ്ങി. ഇരുത്തേ ഈ ഒരു ഇരുത്തത്തിന് നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്തിക്കണം. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അമ്മായിക്ക് ഇരുന്നത് മുതലായിക്കണം. ഒരു കവർ കായിട്ടിരിക്കണം. ഇവിടെ പിന്നെ കപ്പിൾസ് ഷൂട്ടിംഗ് ആണ്. പാപ്പ നല്ല റൊമാൻസിലാണ്. നമ്മളെ വാപ്പന വായിക്കൊന്നും കിട്ടൂല. വാപ്പ പിന്നെ വേറെ വൈബാണ്. എന്താ ചെയ്യാ? ഒന്നും ചെയ്യല്ല. ഇതിന്റെ ബാക്കി നമുക്ക് പാർട്ട് 3 ലാണ്. അപ്പൊ എന്തൊക്കെ ബൈ.